Hey guys, welcome back to YouTube channel. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിക്കിൻ്റെ ഫുൾ വർക്ക് നമ്മൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഷട്ടിൻ്റെ മുകളിൽ സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നില്ല. അതായത് ഈ മൗണ്ടൊക്കെ ക്രാക്ക് വന്നിട്ട് സൗണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പർ ബാരിങ് പോയിട്ടുണ്ടായിരുന്നു, അപ്പർ മൗണ്ട് അതൊക്കെ മാറ്റി. അതുപോലെ ബാക്കിലത്തെ ആമ് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു, അത് മാറ്റി. അതുപോലെ നമ്മുടെ എഞ്ചിൻ്റെ മൗണ്ടിങ് ഉണ്ടായിരുന്നു, അത് മാറ്റി. അതുപോലെ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഓയിൽ ലീക്കിൻ്റെ ചെറിയൊരു വാഷറാണ് കേട്ടോ, ചെറിയൊരു റബ്ബറിൻ്റെ ഒരു സംഭവം, അതും മാറ്റി. ഓക്കെ, ഒരു പാക്കിങ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് വണ്ടി ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെഫ്റ്റ് ഷോക്കിൻ്റെ മുകളിൽ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓയിൽ സീലിൽ പോയതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ഓൾറെഡി ഷോക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അയച്ചു നോക്കുമ്പോൾ. അപ്പോൾ അത് ഇനി നെസിലെടുത്ത് കൊടുത്തിട്ട് ക്ലിയർ ആക്കാനുണ്ട്. അതിനി വഴിയേ ചെയ്യും ഇൻഷാ അല്ലാ. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് മാത്രമല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ വണ്ടി വീൽസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീൽസും കാര്യങ്ങളും ഏതാ സ്പെക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മളിപ്പോൾ പോകുന്നത് വണ്ടി എടുത്തിട്ട് നേരെ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം ബാക്ക് പോസിറ്റീവായിട്ട് കിടക്കുന്നത്, അത് ക്യാമ്പർ ചെയ്തിട്ട് നെഗറ്റീവ് ആക്കിയിട്ട് കറക്റ്റ് രണ്ടും ഒരേ ലെവലാക്കണം. ഫ്രണ്ടും പോയി കിടക്കുകയാണ്, ഫ്രണ്ടും അലൈൻമെൻ്റ് ആകെ പോയി കിടക്കുകയാണ്, അത് ക്ലിയർ ആക്കണം. പിന്നെ ഇപ്പോൾ അയച്ചപ്പോൾ ആക്സിലിൻ്റെ അവിടെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ആക്സിൽ മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വഴി വരും ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചു തരാം. വണ്ടി ഇതേ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വണ്ടി ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട്. ഓയിൽ പകുതിയോളം ഉണ്ട്, ടോപ്പപ്പ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഒഴിക്കണം ഇൻഷാ അല്ലാ. ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. ഓക്കെ, ഇനി അഴിച്ച പാർട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ മാറ്റിയ പാർട്സ്. കണ്ട ആമ എടുക്കുന്നുണ്ട്. ബാക്കിൽ ആമാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് അപ്പർ മൗണ്ട്, രണ്ട് അപ്പർ മൗണ്ട് മാറ്റി. ഇത് എഞ്ചിൻ്റെ മൗണ്ടിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാറ്റി. പിന്നെ സൈലൻസറിന്റെ മൂന്ന് സൗണ്ട് വരുന്നുണ്ടായിരുന്നു, അത് ക്ലിയർ ആക്കി. പക്ഷെ അത് ചെറിയൊരു പണി കൂടി ഉണ്ട്. കാരണം അതിന്റെ പാക്കിങ് ഇട്ടിട്ടില്ല. നമ്മൾ പാക്കിങ് കൂടിയും ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ സൗണ്ട് വരുന്നുണ്ട്. അതിന് ഇൻഷാ അല്ലാ നമുക്ക് അലൈൻമെന്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിലെ ഷോക്കിന്റെ മുകളിൽ ഷോക്കല്ല, ബാഗിന്റെ മുകളിൽ ചെറിയൊരു പണിയുണ്ട്. ചെറിയ 2-3 സ്പോട്ട് അടിക്കാനുണ്ട്, അത് വിട്ടിട്ടുണ്ട്, അത് ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ അതിനോട് കൂടിയിട്ട് സൈലൻസർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അലൈൻമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത പരിപാടിക്ക് നീങ്ങുള്ളൂ. പിന്നെ അലൈൻമെന്റ് ചെയ്യുന്നത് നന്നായി ചെയ്യണം, ഓരോരുത്തർ തന്നെ കൊണ്ടുപോകണം. എല്ലാന്നുണ്ടെങ്കിൽ അവരത് കറക്റ്റ് ചെയ്തു തരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും ബുഷ് പോയിക്കാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അത് നമ്മൾ ലക്ഷറി കാർസ് ഒക്കെ ചെയ്യുന്ന ബാക്ക് അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന ടീംസ് ഉണ്ട്, അവരടുത്ത് കൊണ്ടുപോയാലാണ് അവർ പക്കയായിട്ട് ചെയ്തു തരുള്ളൂ കേട്ടോ. നമുക്ക് മിക്കവാറും തൃശ്ശൂർ തന്നെ പോകേണ്ടി വരും. കാരണം ഇവിടെ ഇല്ല. ഞാൻ മെജോനെ വിളിച്ചിട്ടുണ്ട്. മെജോ ചോദിച്ചാൽ ഞാൻ അവിടെ നിന്ന് ചെയ്യിപ്പിക്കും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തൃശ്ശൂർ പോകും. ഓക്കെ, സോ നമ്മളിതേ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ മെജോൻ്റെ അവിടെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് നോക്കി നോക്കാം ക്ലിയർ ആക്കാൻ പറ്റുമോയെന്ന്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അത് ക്ലിയർ ആക്കാൻ പറ്റിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ലിയർ ആക്കാം. പിന്നെ വേറെ എവിടേക്കും പോകണ്ട. പിന്നെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തൃശ്ശൂർ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ ലെഫ്റ്റ് ഷോക്കിൻ്റെ മുകളിൽ നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഷോക്ക് മാറ്റണം. പിന്നെ ഷോക്ക് ലെഫ്റ്റ് മാത്രമായിട്ട് എന്തായാലും മാറ്റാൻ പറ്റില്ല. മാറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും മാറ്റണം. അപ്പോൾ രണ്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഡബി അത് മേടിച്ചിട്ട് നെസിലെടുത്ത് കൊണ്ടു കൊടുക്കും. അപ്പോൾ നെസി അത് ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് അത് മാറ്റണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, പിന്നെ വീൽസ് ഇൻഷാ അല്ലാ ഇന്നെത്തും. ഇന്നെത്തിക്കഴിഞ്ഞാൽ നമ്മളിന്ന് അത് കയറ്റും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. കാരണം വീലാണ് വണ്ടിക്കെല്ലാം. അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഷോക്കിൻ്റെ നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അഴിച്ചിട്ട് കയറ്റി വെക്കുമ്പോൾ കുറച്ചും കൂടെ കൂടി കംപ്ലയിൻസ് കുറച്ചും കൂടി കൂടിയത്. അതിനി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇനി വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നെസിലെടുത്ത് മേടിച്ച് കൊണ്ടു കൊടുക്കും. ഡബി മേടിച്ച് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മളത് നെസിനെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് അത് ക്ലിയർ ആക്കി തരാൻ പറയണം. എന്നിട്ട് നെസിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് പോയിട്ട് ഫിക്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഈ സ്റ്റിയറിംഗ് വീല് കറക്റ്റ് ആക്കണം. അലൈൻമെൻറ്റ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് വീല് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വീല് വരികയാണല്ലോ. വീലിട്ടിട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ബെറ്റർ. പക്ഷെ ബാക്ക് നമുക്ക് എന്തായാലും വീലിന് മുന്നേ ചെയ്യാം. കാരണം ബാക്കിലത്തെ വീൽ അഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ബാക്ക് അലൈൻമെൻറ്റ് അങ്ങനെ വലിയ കാര്യമായിട്ട് തെറ്റില്ല. ഫ്രണ്ടേതാവുള്ളൂ. പിന്നെ വീലിട്ടതിന് ശേഷം പിന്നെ ഫ്രണ്ട് സെറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ്ട് ക്ലിയർ ആക്കാം. ഇതാണ്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരിക്കാം.
പിന്നെ വീൽസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീൽ കയറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്താൽ മതി, വേറെ സീനിലല്ല. ഓക്കെ, ആ സൗണ്ട് നല്ല കൂടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എത്ര ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്നെടുത്ത് നോക്കുമ്പോൾ നല്ല സൗണ്ട് കൂടിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കണം, ഇന്ന് തന്നെ മേടിച്ചിട്ട് കൊണ്ടുകൊടുക്കും. ഓക്കെ, പിന്നെ താറിൻ്റെ വർക്ക്, താറിൻ്റെ സസ്പെൻഷൻ ഇന്നെത്തും ഇൻഷാ അല്ലാഹ്. സസ്പെൻഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 8 ദിവസം കൊണ്ട് ചട്ടപ്പടയെന്ന് പറഞ്ഞിട്ട് പരിപാടി തീർക്കും കേട്ടോ. ഫസ്റ്റ് സസ്പെൻഷൻ കയറ്റും നമ്മൾ. സസ്പെൻഷൻ കയറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ടയറും അതുപോലെ വീൽസും അത് രണ്ടും കയറ്റും. അത് കയറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിന്നെ ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ഫോഗ് ലൈറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ്. അതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇറങ്ങും, അതിൻ്റെ വർക്കിനായിട്ട് അതെടുത്തിട്ട് ഇറങ്ങും. ഓക്കെ, വീൽസിൻ്റെ പിക്ചർ വേണ്ട, ഞാൻ പിക്ചർ കാണിച്ചു തരുന്നില്ല, ഞാൻ വീല് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പറയും എങ്ങനെ ഉണ്ട് വീല്, എന്താ അവസ്ഥ നിങ്ങൾ കണ്ടിട്ട് പറയും. പിക്ചറിൽ കാണുമ്പോൾ വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല, ഡയറക്റ്റ് കാണും അല്ലെങ്കിൽ വണ്ടിയും ഇട്ടിട്ട് കാണും. ഹൈപ്പർ ബ്ലാക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്, കളർ ഹൈപ്പർ ബ്ലാക്കാണ്. ഓക്കെ, നമ്മൾ എമേജോൻ്റെ അവിടെ എത്തി. നമ്മുടെ ഷോപ്പ് അതാ അവിടെ കേട്ടോ. ഇവിടെ ഇറക്കലും കയറ്റലും കുറച്ച് മെനക്കണം. വണ്ടി കയറ്റട്ടെ കേട്ടോ, ഒരു വണ്ടി ഉണ്ട്, കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി കയറ്റാം. ഓക്കെ, സോ നമ്മളിത് അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി കയറ്റി കുറച്ച് നേരമായി, വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഓക്കെ, സോ ആകെ തെറ്റിക്കെടുക്കുകയാണ്, പോസിറ്റീവിലിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതും മൊത്തത്തിൽ മാറ്റാൻ പറ്റുമോ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ മുന്നേ ആക്സിഡൻറ്റ് പറ്റിയിൽ ആ സൈഡാണ് തട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സൈഡ് അതിന് ശേഷമാണ് പോസിറ്റീവ് വന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, ബോൾട്ട് ഇടുന്ന ഹോളുണ്ടല്ലോ, ആ ഹോള് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നോക്കുന്നുണ്ട്, പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോയിട്ട് ആ ബോൾട്ട് ഇടുന്ന ഹോള് ക്ലിയർ ആക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 8 ബോൾട്ട് ഇട്ടു കേട്ടോ, മേടിച്ചുകൊണ്ടൊന്ന് അത് ട്രാക്കിങ് ക്ലിയർ ആക്കി. ഗായ്സ്, നമ്മള് ബാക്കിലത്തെ അലൈൻമെന്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി കുറെ നോക്കി, നമ്മൾ അയച്ചിട്ടും പിടിച്ചിട്ടും കുറെ ആക്കിയിട്ട് നമ്മൾ നോക്കി, പക്ഷെ പറ്റുന്നില്ല. കുറെ മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു 2-3 വർഷമായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഞാൻ ആമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമിൽ ആ ടൈം മുതലാണ് പിന്നെ ഇങ്ങനെ ആയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ തട്ടിയിൽ ബോഡി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അലൈൻമെന്റിൽ അത് ക്ലിയർ ആവില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സിബിയറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ക്ലിയർ ആക്കണം. ഇൻഷാല്ലാഹ് തിങ്കളാഴ്ച കൊണ്ടുപോയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് വീല് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി വീല് കയറ്റലാണ്. ഞാൻ വണ്ടി വാഷ് ചെയ്തു, അതിനിടക്ക് അലൈൻമെന്റ് കഴിഞ്ഞു വന്ന് വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തു, കുട്ടപ്പനാക്കി. ഇനി നേരെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ വീല് കയറ്റാൻ വേണ്ടിയിട്ട് പോകണം. തൽക്കാലത്തിൽ കയറ്റാനാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഓടാൻ പറ്റില്ല, ഓടിക്കഴിഞ്ഞാൽ ടയർ ചെത്തി പോവും, പിന്നെ ഓടിക്കാനൊരു കംഫർട്ട് ഉണ്ടാവില്ല. വീല് വന്ന് അവിടെ ഇരിക്കണോണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട്, അതിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം കയറ്റണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് വീല് നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ടയേഴ്സും കാര്യങ്ങളും കയറ്റി. ഓക്കെ, ഒരു ടയറും കൂടി ഉണ്ട്. അല്ലോ, ഡോർ അടങ്ങില്ലല്ലോ, തള്ളി വെക്കേണ്ടി വരും. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അടച്ചിട്ടുണ്ട്, ഇതുവരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അടച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് വലിക്കടാ. സബ്ബാണ്ട് നീക്കിക്ക് നൈസിലൂടെ വെച്ചാൽ സബ്ബാണ്ട് ഇറക്കി വെച്ചോ. ഇവിടെ വന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാലോ. അപ്പോൾ തൽക്കാലത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയിട്ട് ഇറങ്ങിയത് ഹാനി വന്നിട്ടുണ്ട്. ഹാനിയുടെ ഫോർച്യൂണർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഫോർച്യൂണർ പഴയ ഒരു ലുക്കിൽ തന്നെ, ആ ഒരു ഇടിപ്പിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമുക്ക് വീലിട്ടതിന് ശേഷം നമുക്ക് ഒരു ചെറിയ റീൽസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വീലിട്ടിട്ട് വരാം. സോ നമ്മളിത് വണ്ടി എടുത്തിട്ടുണ്ട്, ഇത് ടയറും വീലൊക്കെ ഇതാ കയറ്റിയേക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൊണ്ടുപോയി കയറ്റുക. തൽക്കാലത്തിന് ജസ്റ്റ് ഒരു 2 ഡേയ്സിന് വേണ്ടിയിട്ട് മാത്രം കയറ്റണുണ്ടോ. നാളെ ചെറിയൊരു കല്യാണം പരിപാടിയൊക്കെ ഉണ്ട്. സോ അങ്ങനെ കയറ്റണതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീലിന് നാളെ കൊണ്ടുവന്ന് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് അയച്ചു വെച്ചിട്ട്
നമ്മൾ ആ റൈറ്റ് സൈഡിലത്തെ ആം ശരിയാക്കിയതിന് ശേഷം വീണ്ടും ഇടും. ഓക്കെ, അപ്പോൾ ആം ശരിയാക്കാൻ വേണ്ടി തിങ്കളാഴ്ച സിബിയേട്ടൻ്റെ അവിടെ പോകണം. ഫോർച്യൂണർ ഹാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാറ് നോർമലി. കാരണം നമുക്ക് ബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, വണ്ടികൾ വരുന്നത് നോക്കിയിട്ട് വേണം ഇറക്കാൻ വേണ്ടിയിട്ട്. ശരി, എല്ലാ പണിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഡോറ് ഡിക്കി ഓപ്പൺ ആയതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അതിൽ ആ ഡോറ് ഇതും അടച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു 3 വാണിങ് പോയി കിട്ടും. ഒരു പയ്യൻ വരുന്നു. ഹായ്, സബ്സ്ക്രൈബറാണോ? എൻ്റെ പേരെന്താ? ഫാദിൽ. എവിടെ വീട്? അവിടെ തന്നെയാണോ? ഓക്കെ 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 ഓക്കെ. വ്ളോഗ് കാണട്ടാ. താങ്ക് യു. ശരിട്ടാ, പൊട്ടിക്കാലോ. പോകുമ്പോ പൊട്ടിക്കാട്ടാ. ഞാൻ ഇപ്പൊ വീല് കയറ്റാൻ പോവാ, കയറ്റിട്ട് വന്നിട്ട് പൊട്ടിക്കാട്ടാ. ശരി. പിള്ളേർക്ക് വണ്ടി എന്ന് പറഞ്ഞ ഭ്രാന്ത. നമ്മളിത് ഷോപ്പിലെത്തി. നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ. അതാണ് നമ്മൾ ഡിക്കി ഒന്നും ശരിക്കും അടക്കാതിരുന്നത്, വേറൊന്നുമല്ല. ഓക്കെ, ഈ കാണുന്ന ഷോപ്പ് കേട്ടോ. ഞാൻ ഈ വണ്ടി ഒന്ന് കയറ്റിയിട്ടുണ്ട്, കയറ്റിൽ കുറച്ച് റിസ്ക്കാം. സോ നമ്മളിത് വീല് കയറ്റി ടയറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. സി, ഇത് ലുക്കാ നോക്ക്. മാഷാ അല്ലാഹ്. ദേ അടുത്ത വീൽസിലെ ടയർ കയറ്റുന്നു. എൻ്റെ മോനെ, ബാക്കി 2 വീൽസ് ഇതായിരിക്കുന്നു കേട്ടോ. സംഭവം സെറ്റായിടോ. മാഷാ അല്ലാഹ്, എന്ത് രസം കാണാൻ വേണ്ടിയിട്ട്. വണ്ടിയുടെ കയറ്റി കാണാൻ വേണ്ടിയിട്ട് കൊതിയാണ്. കയറ്റിയിട്ട് വേണം വണ്ടിയുടെ ഒരു പൊളി പൊളിക്കാൻ. മാഷാ അല്ലാഹ്. സോ നമ്മൾ 4 വീൽസും നമ്മൾ ബാലൻസ് ചെയ്തു, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ വണ്ടി ഇതേ ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. വീൽസ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു എന്താ പറയുക, വീൽസ് ഇട്ടിട്ട് ആ ഒരു ലുക്കിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ് കേട്ടോ. ആക്ച്വലി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു ഫീല് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അത് ഇത്ര വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി നമ്മളൊരു പാർട്സ് മേടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യണ വരെ നമുക്ക് എന്താ പറയുക, ഫിറ്റ് ചെയ്ത് കാണുന്ന വരെ ഒരു എക്സൈറ്റഡ് ആണ്. സോ ഗായ്സ്, നമ്മുടെ 2 വീൽസ് കുടുക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എന്ത് രസമാണ്. ഇങ്ങനെ വീൽസ് കയറി കിടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കയറി കിടക്കട്ടെ. സോ ഈ സൈഡ് വീൽസ് ഇട്ടിട്ടുള്ള ആ ഒരു ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിങ്ങനെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ആക്ച്വലി വണ്ടി എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് താഴ്ത്തിയിട്ട് കാണണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ലുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ സൈഡും കൂടി ഇടുന്നുണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളിത് 4 വീൽസും മാറ്റിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വേറെ ലെവല് ലുക്കിട. ഒരു രക്ഷയില്ല. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. എൻ്റെ പൊന്നെ, നമുക്കിനി ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം ഇപ്പോൾ തന്നെ. കാരണം മിൽട്ടായി തുടങ്ങി, നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ 2 വണ്ടിയും കൂടെ കൊണ്ടുപോയിട്ട് ഒരുപാട് റീൽസും അതുപോലെ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നാളെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഷോർട്സ് ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി നമ്മൾ താഴെ കൊടുക്കാം. പിന്നെ വണ്ടി വീലിട്ടപ്പോൾ മാഷാ അല്ലാഹ് വേറെ ലെവലായിട്ട് വേറെ ലെവൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് റിയാക്ഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ വണ്ടി ഇതേ ഇവിടെ എടുക്കുന്നുണ്ട്, നമ്മുടെ കടയുടെ മുന്നിൽ ഇതേ ഡ്രോപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സി, വണ്ടി ഉണ്ടോ? മാഷാ അല്ലാഹ്, ഏത് ലുക്കിലെ ഒരു രക്ഷയിലട ഗൈസ്. എൻ്റെ മോനെ സീൻ. അതുപോലെ തന്നെ ഇപ്പുറത്തെ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആംബുലൻസ് ആണല്ലോ വേണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് ഈ സൈഡിലത്തെ ആ ഒരു വ്യൂ. ഈ സൈഡിൽ വീല് കണ്ടോ? ഈ സൈഡിൽ ബാക്ക് വീല് ഇനിയും ഉള്ളിൽ കയറി പോവും, ഗ്യാപ്പ് ഉണ്ട് ഇനിയും. പക്ഷെ അപ്പുറത്ത് ആ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി അത് കയറി പോവാത്ത കേട്ടോ. കണ്ടോ, ഈ സൈഡിൽ വീല് ബോർഡർ മുകളിൽ ലോഡായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷാല്ലാ 2 ദിവസത്തിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടാണ് ഈ വീൽസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.